നിങ്ങളത് വെറും ഒറ്റ തവണ യൂസ് ആക്കിയാൽ മതി. പിന്നെ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് മാറും. നിങ്ങളത് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയ ശേഷം അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മുട്ടുവേദന, മുളങ്കാൽ വേദന, കഴുത്ത് വേദന, നടുവേദന, അതേപോലെ തന്നെ വാദത്തിൻ്റെ നീര്, വാദസംബന്ധമായിട്ടുള്ള വേദന, ഇവയൊക്കെ പൂർണ്ണമായിട്ടും മാറിപ്പോകുവാൻ ഒരു സിമ്പിൾ ഒറ്റമൂലി. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുക. വീഡിയോ കണ്ട് നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ചില ആൾക്കാരുണ്ട്, ഞാനിപ്പം വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ്റെ വീഡിയോ ഭയങ്കര വ്യൂസ് വരും, സബ്സ്ക്രൈബൊക്കെ ഇപ്പോൾ മില്യൺ ഓക്കെ, അപ്പം അങ്ങനെയുള്ള അസൂയൊന്നും വേണ്ട. ഓക്കെ, വീഡിയോ ഷെയർ ആയി കൊടുക്കുക. കാരണം ഒരുപാട് പേർക്ക് ഞാൻ ഈ പറഞ്ഞ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ കാരണം ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുക. അസൂയ ഇല്ലാത്തവർ മറ്റുള്ളവർ കൂടി ഇത് ഷെയർ ആയി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പണ്ടൊക്കെ ആണെങ്കിൽ വയസ്സാകുമ്പോഴാണ്, ഒരു 40, 50, 60 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇപ്പോഴ് ചെറുപ്പകാലത്തിലേ ഉണ്ടാകും. ഒരു 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഞാൻ മേൽപ്പറഞ്ഞ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. കാരണം പല ആൾക്കാരും വീഡിയോ കണ്ട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ മരുന്ന് മാത്രം പറഞ്ഞു തന്നാൽ മതി, കൂടുതൽ സംസാരിക്കേണ്ട, മരുന്ന് പറഞ്ഞിട്ട് പോടെ, ഇങ്ങനെയാണ് പറയണത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ തിരക്കാണ്, ബിസിയാണ്. അതുകൊണ്ട് ഞാൻ ഈ വേദനകളെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല. നമുക്കിപ്പോഴും അതൊരു മരുന്നൊന്ന് ഉണ്ടായിക്കളയാം. അപ്പോൾ ഈ ഒരു ഔഷധക്കൂട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തുളസിയില. കുറച്ച് തുളസിയില മതിയെന്ന്. തുളസിയുടെ ഇലയും പൂവും കായും ഇതേപോലെ കുറച്ച് തുളസിയില എടുക്കുക. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. അത് കല്ലിലോ അരകല്ലിലോ മിക്സിയിലോ നിങ്ങളുടെ ചോയ്സ്, ഒന്ന് ഇടിച്ച് ചതച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ ചതച്ചെടുത്ത ഈ ഔഷധക്കൂട്ടിനെ ഒരു പാനിൽ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. അതിനുശേഷം ചെറുതീയിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കുക. അത് നടന്നുപോലെ ഒന്ന് പതഞ്ഞ് പൊങ്ങി, ഓക്കെ, പതയൊക്കെ പറ്റി മൂത്ത ശേഷം ഇതിനെ അരിച്ചെടുത്ത് ഒരു കുപ്പിയിലോ പാത്രത്തിലോ ഒഴിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ വേദന നീര് ഉള്ളത് അവിടെ കുറച്ച് തേച്ച് കൊടുക്കുക. അവിടെ തേച്ച് കൊടുത്ത് ഒരു 3 മിനിറ്റ് മസാജ് ചെയ്യുക. ചൂട് പിടിപ്പിക്കുക, തേച്ച് പിടിപ്പിക്കുക. മനസ്സിലായല്ലോ? തേച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്കും ഒരു ചൂട് വരും. ആ ചൂടിൽ ഈ എണ്ണ ചൂടുമായിട്ട് മിക്സ് ആയിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ സുഷിരങ്ങൾ വഴി അത് ഉള്ളിലോട്ട് ഇറങ്ങുകയും വേദന നീര് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. നിങ്ങൾ ചെയ്തു നോക്കുക. സൂപ്പർ മരുന്നാണ്. നിങ്ങളത് വെറും ഒറ്റ തവണ യൂസ് ആക്കിയാൽ മതി. പിന്നെ ഈ പ്രശ്നം പൂർണ്ണമായിട്ട് മാറും. നിങ്ങളത് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയ ശേഷം അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി, പുതിയ മരുന്നുമായി കാണും വരെ ബൈ.